ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഐസിങ്ങും ഡെക്കറേഷനും ആണ് മെയിനായിട്ട് കാട്ടുന്നത്. 1 kg തൂക്കം വരുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഐസിങ്ങും ഡെക്കറേഷനും ആണ് കേട്ടോ ഞാനിപ്പോൾ കാട്ടുന്നത്. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് സ്പോഞ്ചിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. പിന്നെ ഇത് 2 കപ്പ് വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. സ്പാറ്റിൽ നിന്ന് ഇങ്ങനെ കാട്ടുമ്പോൾ താഴോട്ട് വീഴാത്ത രീതിയിൽ വേണം നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ഐസിങ് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഒരു കേക്ക് ബേസ് എടുത്തിട്ട് അതിൻ്റെ നടുക്കായിട്ട് കുറച്ച് ക്രീം ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. കേക്ക് അനങ്ങാതെ ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഈ കേക്ക് കറക്റ്റ് 1 kg തൂക്കം വരണമെന്നുണ്ടെങ്കിൽ 3 ലെയറായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്താൽ 1 kg തൂക്കം കിട്ടില്ല. ഇനി ഇതിൻ്റെ മീതേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കാം. ഇത് സാധാരണ ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്ന പോലെ തന്നെ പഞ്ചസാരയും വെള്ളവും കൂടി ചേർത്തിട്ട് അതിൻ്റെ കൂടെ ചെറിയൊരു കഷ്ണം കറുവപ്പട്ടയും കൂടി ഇട്ടിട്ടാണ് ഞാൻ ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നത്. കറുവപ്പട്ടയുടെ ഫ്ലേവറും കൂടി ഈ കേക്കിൽ കിട്ടുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഷുഗർ സിറപ്പ് എല്ലായിടത്തോട്ടും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതേക്ക് നമുക്ക് ക്രീം വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ക്രീം വെച്ച ശേഷം സ്പാറ്റില വെച്ചിട്ട് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് തിരിച്ചിട്ട് ക്രീം എല്ലായിടത്തോട്ടും ആക്കി കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ ടേൺ ടേബിൾ ഒന്ന് കറക്കി കൊടുത്താൽ എല്ലായിടത്തോട്ടും ക്രീം ഒരേ ലെവലിൽ ആയിക്കോളും. ഇങ്ങനെ സ്പാറ്റില വെച്ചിട്ട് കറക്കി കൊടുക്കുമ്പോൾ സൈഡിൽ ഇങ്ങനെ ക്രീം എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ഒന്ന് കറക്കി കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ സൈഡൊക്കെ നല്ല ക്ലീൻഡ് ആയിട്ട് കിട്ടും. ഞാൻ ഓരോ ലെയർ സെറ്റ് ചെയ്യുമ്പോഴും സൈഡൊക്കെ ഇതുപോലെ അപ്പോൾ തന്നെ ഒന്ന് ലെവൽ ചെയ്ത് എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഈ ലെയറിൻ്റെ മീതേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറീസും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ കേക്ക് ഐസിങ് ചെയ്തെടുക്കുമ്പോൾ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നടുക്കത്തെ ലെയർ വേണം കേട്ടോ ആദ്യം വെച്ച് കൊടുക്കാൻ. അതിനുശേഷം ഇപ്പോൾ മുകളിലത്തെ ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് ഏറ്റവും അടിയിലത്തെ ലെയറാണ് വെച്ച് കൊടുക്കുന്നത്. ഞാൻ സാധാരണ കേക്ക് ഐസിങ് ചെയ്യുമ്പോൾ അതുപോലെയാണ് ചെയ്യാറ്. അപ്പോൾ കുറച്ചും കൂടി എഡ്ജസ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. സാധാരണ പലരും ചെയ്യുന്നത് കേക്കിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തുള്ള ലെയർ ഏറ്റവും അടിയിൽ വെച്ച് കൊടുക്കും. പക്ഷേ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്തെടുക്കുമല്ലോ, അപ്പോൾ ആ കേക്കിൻ്റെ മുകളിലുള്ള ഒരു കട്ടിയുള്ള ലെയർ കേക്ക് ബേസിൽ ഒട്ടിപ്പിടിച്ചിട്ട് ബാക്കി ഭാഗമേ പോരുള്ളൂ. ഞാൻ ആദ്യമൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഒരു കസ്റ്റമർ എന്നോട് കംപ്ലയിൻറ്റ് പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ പിന്നെ മുതൽ ഇതുപോലെയാണ് ചെയ്യാറ്. ഏറ്റവും മുകളിലുള്ള ഒരു കട്ടിയുള്ള ലെയർ ഉണ്ടല്ലോ, അത് കുറച്ച് കട്ട് ചെയ്തിട്ട് കളഞ്ഞിട്ടാണ് നിങ്ങൾ ഐസിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. ഏറ്റവും അടിയിൽ വെച്ചാലും പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ കട്ട് ചെയ്യാതെയാണെങ്കിൽ നടുക്ക് വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ ലെയറും ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്രീം വെക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് വെക്കണം. സ്പാറ്റില കേക്കിൽ മുട്ടാത്ത രീതിയിൽ വേണം കേട്ടോ ഐസിങ് ചെയ്തെടുക്കാനായിട്ട്. കേക്കിൽ മുട്ടിക്കഴിഞ്ഞാൽ കേക്കിൻ്റെ ആ ഒരു ക്രംസൊക്കെ ഫുള്ളായിട്ട് ക്രീമിലോട്ടായിട്ട് ആ ഒരു ഫിനിഷിങ് കിട്ടില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതുപോലെ മുകളിൽ കുറച്ച് ക്രീം കൂടുതൽ തേച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ എക്സ്ട്രാ വരുന്ന ക്രീം ഉണ്ടല്ലോ അത് സൈഡിലോട്ടാക്കിയിട്ട് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കും. ഇങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഐസിങ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസിൽ കൂടി ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. എന്ത് കാര്യം നമുക്ക് എക്സ്പീരിയൻസിൽ കൂടി അല്ല ബെറ്റർ ആക്കിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പലരും പറയാറുണ്ട് കേക്ക് ഐസിങ് ചെയ്തെടുക്കുമ്പോൾ ശരിയാവണില്ല എന്ന്. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്ത് ഇത് ബെറ്റർ ആക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ. സ്പാറ്റിലയിൽ ക്രീം എടുത്തിട്ട് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് തിരിച്ചിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ആദ്യം സൈഡൊക്കെ ഒന്ന് ക്രീം വെച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തതിന് ശേഷം പൊങ്ങി നിൽക്കുന്ന എക്സ്ട്രാ വരുന്ന ഈ ഒരു ക്രീം ഉണ്ടല്ലോ അത് സ്പാറ്റിൽ വെച്ചിട്ട് ഉള്ളിലോട്ട് ആക്കിയിട്ട് ഇങ്ങനെ വടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു സൈഡ് സ്ക്രാപ്പർ വെച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഈ സ്ക്രാപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ സ്ക്രാപ്പർ നേരെ പിടിക്കരുത് കേട്ടോ, ഒന്ന് ചരിച്ച് പിടിച്ചിട്ട് വേണം ഡിസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ക്രീം ഫുള്ളായിട്ട് നമ്മുടെ സ്ക്രാപ്പറിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇനി വീണ്ടും ഒരു ഫിനിഷിംഗ് ടച്ച് കൊടുക്കാനായിട്ട് മുകളിൽ പൊങ്ങി നിൽക്കുന്ന ക്രീം ഉണ്ടല്ലോ അത് ഇതുപോലെ സ്പാറ്റിൽ വെച്ചിട്ട് ഉള്ളിലോട്ടാക്കിയിട്ട് വടിച്ച് കൊടുക്കുക. ഒരുപാട് അമർത്തിയിട്ട് വടിച്ച് കൊടുക്കരുത്, ജസ്റ്റ് ഒന്ന് നടുക്ക് വരെ ആവുന്ന രീതിയിലൊന്ന് വടിച്ച് കൊടുത്താൽ മതി. ഓരോ പ്രാവശ്യം വടിച്ച് കൊടുക്കുമ്പോഴും സ്പാറ്റിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വേണം അടുത്ത പ്രാവശ്യം വടിച്ച് കൊടുക്കാനായിട്ട്. എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഈ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കൊക്കെ ചെയ്യുമ്പോൾ സൈഡിലും മുകളിലും അത്ര ഫിനിഷിംഗ് ആയിട്ട് വരണമെന്ന് നിർബന്ധമില്ല കേട്ടോ. കാരണം നമ്മൾ വീണ്ടും ഇതിൻ്റെ മുകളിൽ വേറെ ഡെക്കറേഷൻ കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമുക്കിത് അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് മാറ്റി വെക്കണം.
ഇപ്പോൾ കേക്ക് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി ഡെക്കറേഷൻ ചെയ്തെടുക്കാം. അതിനായിട്ട് കുറച്ച് ചോക്ലേറ്റ് ട്രഫിൾ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡ് ഒന്ന് മുറിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. 2:1 എന്നുള്ള റേഷ്യോയിലാണ് ഞാനിപ്പോൾ ചോക്ലേറ്റ് ട്രഫിൾ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അതായത് 50 ഗ്രാം ചോക്ലേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 25 ml വിപ്പിംഗ് ക്രീം ചൂടാക്കിയിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു സ്ക്വയർ വെച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഡിസൈനൊക്കെ ചെയ്തെടുക്കുമ്പോൾ ചോക്ലേറ്റ് ട്രഫിൾ ഒരുപാട് തണുത്ത് പോകാനായിട്ട് പാടില്ല. നേരിയൊരു ചൂടുണ്ടെങ്കിലേ ഇതുപോലത്തെ ഡിസൈനൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ചെറിയൊരു ചൂടുള്ള ചോക്ലേറ്റ് ട്രഫിൾ ആണെന്നുണ്ടെങ്കിൽ ഡെക്കറേഷനൊക്കെ വേഗം തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. കാരണം കേക്കിലോട്ട് ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇതുപോലത്തെയുള്ള ഡിസൈനൊക്കെ ചെയ്തെടുക്കാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. കേക്കിൻ്റെ സൈഡിലും ഇതുപോലെ ഒരു ഡ്രിപ്പിംഗ് മോഡൽ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചുറ്റും ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ടേൺ ടേബിൾ നന്നായിട്ടൊന്ന് കറക്കി കൊടുത്താൽ ചോക്ലേറ്റ് ട്രഫിൾ താഴെ വരെ ആയിക്കോളും. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് നമുക്ക് കുറച്ച് റോസസ് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. ഈ റോസസിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഓരോ ചെറി വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രീം വെച്ചിട്ട് ഫ്ലവേഴ്സ് തയ്യാറാക്കിയിട്ട് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ് കാട്ടുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള ചോക്ലേറ്റ് ട്രഫിൾ വെച്ചിട്ട് കുറച്ച് ബബിൾസ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പേര് എഴുതണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്പേസ് വിട്ടിട്ട് വേണം കേട്ടോ ബബിൾസ് ആക്കി കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഫുള്ള് ഡെക്കറേഷനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഹോം ബേക്കേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മറക്കല്ലേ. താങ്ക്